നമ്മൾ പഠിച്ചിറങ്ങിയ കലാലയത്തിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ തിരിച്ചെത്തി നമ്മുടെ അധ്യാപകരെയും ആ ക്യാമ്പസിനെയൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണുക എന്ന് പറയുന്നത് ഏറ്റവും മധുരമുള്ളൊരു കാര്യമാണ്. ആ മധുരത്തിന് ഇരട്ടി മധുരം എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ ആ കലാലയത്തിൽ എന്തിനു വേണ്ടിയിട്ടാണോ പോയത് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ആ അധ്യയന വർഷം നമ്മൾ അവസാനിപ്പിച്ചു, ആ അവസാനത്തോടെ ആ സന്തോഷത്തോടെ നമ്മൾ ക്യാമ്പസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണല്ലേ. അതിനേക്കാളും വലിയൊരു ഫീൽ എന്താണെന്നറിയോ? നമ്മൾ പഠിപ്പിച്ച നമ്മുടെ കുട്ടികൾ തിരിച്ച് വലിയൊരു വിജയവുമായി നമ്മളെ കാണാനെത്തുമ്പോൾ അവർ വീണ്ടും വന്ന് മിസ്സേ റിസൾട്ട് വന്നു, നല്ല മാർക്കുണ്ട്, ഞാൻ എല്ലാം അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ പോലെ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു ഒരു അധ്യാപകനും അധ്യാപികയ്ക്കും കിട്ടാനില്ല. ഞാൻ എന്തിനാണ് ഇന്ന് ഇത്രയും ഇൻട്രോ പറഞ്ഞതെന്നറിയോ? ഇന്ന് ഞങ്ങളെ കാണാൻ, ബ്രില്യൻ കുടുംബാംഗങ്ങളെ ഒരിക്കൽ കൂടി കാണാനായിട്ട് ഞങ്ങളുടെ ഒരു മോൾ എത്തിയിരിക്കുകയാണ്, ഗൗരി. ഞങ്ങളുടെ ഓൺലൈൻ ബാച്ച് T58 സ്റ്റുഡൻ്റ് ആണ് ഗൗരി. ഗൗരി വീണ്ടും വന്നത് ഞങ്ങളെ കാണാൻ. ഈ വരവിന് വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ നീറ്റ് പരീക്ഷയിൽ മിന്നുന്ന വിജയവുമായി തിളക്കമാർന്ന വിജയം നേടിയിട്ടാണ് ഞങ്ങളെ കാണാൻ ഗൗരി എത്തിയിരിക്കുന്നത്. സോ ഗൗരിയും അമ്മയും അവിടെ ക്ലാസ് ടീച്ചറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്ന് ഗൗരിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഗൗരിക്കുട്ടി. കണ്ടോ മുഖം കണ്ടോ നിങ്ങൾ? എത്ര സന്തോഷമായിട്ടാണ് ഗൗരി നമ്മളെ കാണാൻ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞോ. അതിനേക്കാളും സന്തോഷം ഒരമ്മയുടെ മുഖത്ത് കണ്ടോ. ഈ ഒരു വർഷം ഗൗരി കഷ്ടപ്പെട്ടപ്പോൾ ഗൗരിയുടെ കൂടെ അതേപോലെ ആ ഒരു ടെൻഷനും ആങ്സൈറ്റിയും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ പേറിയ അമ്മ, കൂടെ നിന്ന മെൻറ്റർ, ക്ലാസ് ടീച്ചർ വീണ്ടും വന്ന ഗൗരി നമ്മളെയൊക്കെ കാണുമ്പോൾ നമ്മളെ ആദ്യം എന്താ നമുക്ക് പറയാനുള്ള ഈ ഒരു റിസൾട്ട് നേടിക്കഴിഞ്ഞ്? ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു വർഷം കാത്തിരുന്ന ഈ ഒരു റിസൾട്ട് നോക്കാനായിരുന്നല്ലോ. അപ്പോൾ എപ്പോഴും അജയ് സാർ പറയുന്നത് യു ഷുഡ് ഗിവ് യുവർ ബെസ്റ്റ് ഷോട്ട്. ആ ബെസ്റ്റ് ഷോട്ട് കൊടുത്തു എന്നുള്ള ആ ഒരു സന്തോഷം അതൊരു വലിയ റിലീഫാണ്. പിന്നെ നമ്മളുടെ ഒരു ഡ്രീമാണ്, നമ്മളുടെ ഒരു പാഷനാണ്. അപ്പോൾ അത് നേടിക്കഴിയുമ്പോൾ ഉള്ളത് ആ വിജയം ഇപ്പോഴാണൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നത്. ആ സമയത്ത് കുറച്ച് നമ്മൾ ടെൻഷൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നാണ്. പക്ഷെ ഇവിടെ എക്സാം എഴുതി യൂസ്ഡായി ടെൻഷൻ ഇല്ല. അപ്പോൾ അച്ഛനമ്മ ചോദിക്കുന്നത് ഗൗരി തന്നെയാണോ ശരിക്കും? കാരണം ശരിക്കും പറഞ്ഞാൽ മോള് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി പേടിയോടെ തന്നെയാണ്. കാരണം നമ്മൾ സ്കൂൾ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ഫുള്ള് വേണം, അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ എക്സാം അല്ല നീറ്റ് എക്സാം. അപ്പം നമ്മൾ ആ ഒരു ഇത് മാറ്റാനാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. അപ്പം ടെൻഷനൊക്കെ പോയി. ആദ്യം വന്ന സമയത്ത് നിന്ന് ഗൗരി ആ ടെൻഷനൊക്കെ മാറി ഇത്രയും കൂളായിട്ട് പരീക്ഷ എഴുതാൻ സഹായിച്ചത് എന്തൊക്കെയായിരിക്കും മോളെ? അത് അഫ്കോഴ്സ് ഇവിടുത്തെ ആ ഒരു ടീച്ചിങ് ഫാക്കൽറ്റിയുടെ ഗുണം. മിസ് തന്നെ ഭയങ്കര ക്ലാസ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈൻ എടുക്കാൻ തന്നെ കാരണം ഒരു ക്ലാസ് തന്നെ നമുക്കത് അവിടെ പിന്നെയും കാണാൻ ഒരുപാട് പ്രാവശ്യം കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലൈവ് ക്ലാസ്സാണ് കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ ആ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ ഓൺലൈൻ ബാച്ചിൻ്റെ ഏറ്റവും വലിയ അവർ പ്രോപ്പർ ഷെഡ്യൂൾ ഒരു മാസം മുന്നേ തന്നെ തരുമായിരുന്നു. അപ്പം നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. ആ എക്സാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നടത്തിയിരിക്കും. വേറെ എന്ത് ഇതുണ്ടെങ്കിലും ബാക്കി ഒക്കേഷൻസ് ഒന്നും ഇതല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക് ഭയങ്കരമായിട്ട് എനിക്കൊന്നും ഒരു ക്ലാസ് വരെ ഇതുവരെ മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഒരു എക്സാം ആണെങ്കിലും എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഡൽ എക്സാമിൻ്റെ ഷെഡ്യൂൾ ആണെങ്കിൽ പോലും നമുക്ക് ആ ബ്രോഷറൊക്കെ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒന്നും മാറിയിട്ടില്ല. അത്രയും തന്നെ എക്സാം അത്രയും പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രിപ്പറേഷൻ നമ്മൾ നടത്തി നമുക്കായിട്ട് സെൽഫായിട്ട് ഒന്നിൻ്റെയും ഒരു ആവശ്യം വന്നില്ല. ഞാൻ ആ ഫസ്റ്റ് തന്നെ ഷെഡ്യൂൾ പ്രിന്റ് എടുത്ത് വെക്കുക, പിന്നെ അത് തന്നെ ഫോളോ ചെയ്യാം. അതെ, പിന്നെ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരുപാട് ലൈവ് ഇത് പിന്നെ ആപ്പിലൊക്കെ ഇട്ട ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ വാട്സപ്പ് നമ്പർ പ്രൊവൈഡഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിക്കും ഇത്രയും നേരം ക്ലാസ് എടുത്തിട്ടാണ് അവർക്കിനി വീട്ടിൽ പോയി ഈ ഒരു കുഞ്ഞു ഒരു ടെക്സ്റ്റിൻ്റെ ഫോട്ടോ അയച്ചാൽ പോലും അവരത് ഇതല്ല മോളെ അർത്ഥം, ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഒരു അസേഷനൊക്കെ അയച്ചാൽ ചിലപ്പോൾ അതാണ് ഏറ്റവും കൺഫ്യൂസിങ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ ആയിരിക്കും വിചാരിക്കുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ. എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചാൽ അവർ പറയും ഇതാണ് ശരിക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടിയിരുന്നു. അപ്പോൾ നമുക്കത് പ്രിപ്പയർഡ് ആവും. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു ക്വസ്റ്റൻ അല്ലല്ലോ അതിൽ നിന്ന് വരാൻ പോകുന്നത്. അപ്പം നീറ്റ് എക്സാം എഴുതുമ്പോഴും ഇത് ഇന്നലെ എഴുതിയ ക്വസ്റ്റൻ ആണല്ലോ എന്നുള്ളൊരു ഫീലാണല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ പഠനത്തോടൊപ്പം ഗൗരി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും അയ്യോ ഇത്രയും വേണോ അല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ എനിക്ക് കിട്ടുമോ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം എപ്പോഴും നമുക്ക് ഇനിയും കൊടുക്കണം? കാരണം ഇവിടെ ഒരു റാങ്ക് അനൗൺസ്മെന്റ് വരുമ്പോൾ ഇല്ല ഇതല്ല ഇനി നമ്മുടെ മുന്നിൽ ഇത്രയും പേരുണ്ട്, അപ്പം നമുക്കൊരു ബെസ്റ്റ് ഷോട്ട് കൊടുക്കാം. അവർ പഠിക്കുന്നത് തന്നെയാണ് നമ്മളും പഠിക്കുന്നത്, അവർക്ക് കിട്ടുന്ന സമയമാണ് നമുക്കും കിട്ടുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം.
എന്നുള്ളൊരിത്. എൻട്രൻസ് ചൂസ് ചെയ്ത് ഓരോ കുട്ടിക്കും കിട്ടാനുള്ള ഏറ്റവും വലിയൊരു അഡ്വൈസാണ് കേട്ടോ ഗൗരി പറഞ്ഞത്. ഞാൻ പറഞ്ഞു തന്നതിനേക്കാളും ഭയങ്കര ഇഫക്റ്റീവാണ് ഗൗരി ഇപ്പോൾ പറഞ്ഞു തന്നെ. ഗൗരി എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടായിരുന്നോ? നമ്മൾ ഓരോ പ്രാവശ്യം കുറയുമ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോഴും അയാൾ ടെൻഷൻ അല്ല അടിച്ചത്, ഞാൻ എൻ്റെ ബെസ്റ്റ് ഷോട്ട് ഇനിയും നൽകണം എന്ന് ഓരോ പ്രാവശ്യവും ഗൗരി കരുതി. ആ ഒരു കരുതൽ തന്നെയാണ് ഇത്രയും അഭിമാനത്തോടെ തല ഉയർത്തി വീണ്ടും ബ്രില്യൻറ്റിലേക്ക് ഗൗരിയെ കൊണ്ടെത്തിച്ചത്. നമുക്ക് അമ്മയോടും കൂടെ ചോദിക്കാം. ഗൗരിയുടെ പഠന സമയത്ത് എപ്പോഴും ഗൗരിയോടൊപ്പം മാനസിക പിന്തുണയും അതുപോലെ തന്നെ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അമ്മ കൂടെ നിന്നു. ആ സമയത്ത് എൻ്റെ മോള് അവൾക്ക് അച്ചീവ് ചെയ്യാനുള്ളത് അച്ചീവ് ചെയ്തു എന്ന് അറിഞ്ഞ ഒരു നിമിഷം ഉണ്ടാവുമല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതുവരെ ക്യൂരിയസ് ആയിട്ട് അല്ലെങ്കിൽ ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്തിട്ട് കിട്ടി എന്നറിഞ്ഞ നിമിഷത്തിൽ ആദ്യം എന്താ തോന്നിയത്? ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി എഫേർട്ട് എടുത്തു. അതിലുപരി ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും അജയ് സാറിൻ്റെ നിത്യ മിസ്സിൻ്റെ സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര ഇത് പറഞ്ഞാലും പിള്ളേർക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ടെൻഷൻ ഉണ്ടാകും. പക്ഷേ അത് അവരിൽ ഫീൽ ചെയ്യാതെ സാറും മിസ്സും അതുപോലെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എക്സാമിൻ്റെ ഏതാനും മണിക്കൂറുകൾ മുന്നേ വരെ അപ്പോഴും അവർ വിളിച്ചിരുന്നു. എക്സാം ഹോളിലോട്ട് കയറുന്നതിന് മുന്നേ സാറും മിസ്സും വിളിച്ചു. അത് അവർക്ക് ഒത്തിരി സപ്പോർട്ട്, ഒത്തിരി അതുകൊണ്ട് തന്നെ ഒത്തിരി കോൺഫിഡൻസ് അവർക്ക് കൊടുത്തു. ഉള്ള എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതും മാറിയിട്ടാണ് എക്സാം ഹോളിലേക്ക് പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗൗരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഗൗരി ആദ്യമൊക്കെ ഇച്ചിരി ഒരു ടെൻഷനോടെയാണ് ജോയിൻ ചെയ്തെങ്കിൽ അവസാന നിമിഷങ്ങളിൽ പരീക്ഷ എഴുതി ആൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് പരീക്ഷ. അത് ഇവിടുത്തെ ആ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ഒരു ഏപ്രിൽ ഫുൾ മന്ത് എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ അത് എഴുതി എക്സാമിനോട് ഒരു പേടിയില്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങളും കേൾക്കേണ്ട കാര്യമാണ് കേട്ടോ. കാരണം ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അടുത്ത ഞാൻ എഴുതണോ, അല്ലെങ്കിൽ 10 ഞാൻ എഴുതിയിട്ടുണ്ട് 11ാമത്തെ എഴുതണോ എന്ന് ചോദിക്കുന്ന ഓരോ കുട്ടിക്ക് ഇതൊരു ആൻസറാണ്. ഓരോ എക്സാം എഴുതുമ്പോഴും നമ്മൾ കുറവുകളും ടെൻഷനും പരിഹരിച്ച് ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ പോയി ഗൗരിക്ക് അത് പരീക്ഷ എഴുതാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും കഴിഞ്ഞ വർഷം നമ്മൾ വിചാരിക്കും സിലബസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാൽ മതിയോ അടുത്ത്. പക്ഷേ എഴുതണം, ഓഫ്ലൈൻ ആയിട്ട് തന്നെ എഴുതണം. എന്നുവെച്ചാൽ ഒരിക്കലും ഓൺലൈനായിട്ട് എഴുതിയാൽ ആ ഒരു സീരിയസ്നെസ് കിട്ടില്ല. അപ്പോൾ മോളുടെ കാര്യത്തിൽ ഞാനത് കണ്ടതാണ്. ഞാൻ എല്ലാ ഓഫ്ലൈൻ എക്സാം ഇവിടെ കൊണ്ട് എഴുതിച്ചിരുന്നു. അപ്പോൾ അതിലാണ് അവൾക്ക് ആ കോൺഫിഡൻസ് കിട്ടിയത്. ഓരോ എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ മാർക്ക് തീരെ കുറഞ്ഞിട്ടുണ്ട്, 600 വരുമ്പോൾ മിസ്സ് വിളിച്ചിട്ട് സാരമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ്. പക്ഷേ അത് ആ ഓഫ്ലൈൻ വീണ്ടും എഴുതാൻ ഞാൻ മടിയാണെങ്കിൽ പോലും അവൾ പറയും എനിക്ക് ഓഫ്ലൈൻ എഴുതിയാൽ മതി. അപ്പോൾ അതിന് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫ്ലൈൻ എക്സാമിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇതൊക്കെ ഞങ്ങൾ പറയുന്നതിനപ്പുറം അത് അനുഭവിച്ചറിഞ്ഞ്, അത് കണ്ടറിഞ്ഞ അമ്മയും അത് അനുഭവിച്ചറിഞ്ഞ കുഞ്ഞുമാണ്. അത് പറയുന്നതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയും ഗൗരിയും വന്നപ്പോൾ തൊട്ട് പറഞ്ഞു കേട്ട 2 പേരുകൾ, ഒന്ന് നിത്യ ടീച്ചറും 2 അജയ് സാറുമാണ്. അപ്പോൾ ടീച്ചർ ഒത്തിരി കുട്ടികളെ കണ്ടു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ആര്യ അല്ലേ 1ാം റാങ്കുകാരിയുടെയും ക്ലാസ് ടീച്ചറായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചറിന് കൃത്യമായിട്ട് അറിയാം ഒരു കുട്ടി എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടി പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇത് എവിടെ എത്തിച്ചേരും എന്നറിയാം. ഗൗരിയിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ടീച്ചർ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? തുടക്കം തൊട്ടേ അത് മനസ്സിലാവുമായിരുന്നു. അതായത് ഗൗരിയുടെ ചോദ്യങ്ങളും അതിൻ്റെ മേടിക്കണം എന്നുള്ളൊരു ആവേശമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഗൗരിക്ക് ഉറപ്പായിട്ട് നല്ലൊരു റാങ്ക് മേടിക്കാൻ പറ്റുന്ന അത് ഉറപ്പായിരുന്നു. അപ്പോൾ ഗൗരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗൗരി നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നൊരു കുട്ടിയാണ്. ഒരു തെറ്റ് പറഞ്ഞു കൊടുത്താൽ അത് ശരിയാക്കാനുള്ളൊരു മനസ്സുണ്ട്. അത് അടുത്ത പരീക്ഷയ്ക്ക് വരാതെ മാക്സിമം ശ്രദ്ധിക്കും. പിന്നെ പരീക്ഷ കഴിഞ്ഞ ഉടനെ വിളിച്ചിട്ട് ഇതിങ്ങനെയാണ് പറ്റിയത്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന തെറ്റുകൾ എനിക്ക് ആവർത്തിച്ചില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുട്ടി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതും അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടെൻഷൻസ് ഒക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും അജയ് സാറും അങ്ങനെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ആളൊക്കെയാണ്. നല്ല ഫാമിലി സപ്പോർട്ടും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ പ്രാർത്ഥിക്കും. നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ ടീച്ചർ ആ തിരിച്ചറിഞ്ഞ പൊട്ടൻഷ്യൽ, അവളുടെ റിസൾട്ട് കിട്ടി ഗൗരിയാണോ ആദ്യം വിളിച്ച് പറഞ്ഞത്? അതോ ടീച്ചർ അല്ലാതെ നമ്മൾ ഇവിടുന്ന് അറിയുമല്ലോ. അപ്പോൾ ടീച്ചറിന് ആ ഒരു സന്തോഷം ടീച്ചർ എങ്ങനെയാണ്? എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരി അതിൻ്റെ എക്സാമിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ കീ വന്നപ്പോഴേ നോക്കിയിട്ട് ഇതാണ് തെറ്റിപ്പോയത്, ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആളുടെ മാർക്കൊക്കെ മനസ്സിലായി. അപ്പോൾ ആളാണ് എന്നോട് ആദ്യം പറഞ്ഞത് മാർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ റിസൾട്ട് ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് കിട്ടിയല്ലോ എന്ന് ഓർത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ കഴിഞ്ഞ വർഷം ടീച്ചറിന് മിന്നുന്ന വിജയം, ഈ വർഷവും ടീച്ചറിൻ്റെ കുട്ടികൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ടീച്ചർ എടുക്കുന്ന ഇഫേർട്ടിനുള്ള ഒരു അല്ലേ, ശരിക്കും ടീച്ചർ എടുക്കുന്ന ഒരു എപ്പോഴും വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അതിനകത്തൊരു ഇഫേർട്ട് ഉണ്ട്. ഇവിടുത്തെ ഓരോ മെൻറ്റേഴ്സും ഓരോ ക്ലാസ് ടീച്ചേഴ്സും ഓരോ കുട്ടിയെയും സ്വന്തം മകളായിട്ട് കാണുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് ഇവരുടെ ഈ മുഖം കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അത് തന്നെയാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു നമുക്ക് എടുത്തു പറയാൻ തക്ക എല്ലാ ഫെസിലിറ്റീസും ഗൗരിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇതും അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കേട്ടോ.
ഗൗരി വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ ഓരോ ഡയലോഗും ഗൗരി എന്നോട് തിരിച്ചു പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു അധ്യാപികയ്ക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ പറയുന്ന പ്രത്യേകിച്ച് വേറൊരു കാര്യമുണ്ട്, ഒരു ഡിജിറ്റൽ ഡിവൈസിനപ്പുറം ഇരുന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞു തരുന്നു. അത് ഭയങ്കര സന്തോഷം. മാത്രമല്ല നമ്മുടെ കോർഡിനേറ്റർ അജയ് സാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗൗരി പറഞ്ഞ വേറൊരു കമൻ്റ് ഉണ്ട് കേട്ടോ. അജയ് സാർ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പറയുമായിരുന്നു അത്രേ, ലിവിങ് വേൾഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന് കിട്ടുന്നത് 4 മാർക്കാണ്, ഇവല്യൂഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന് കിട്ടുന്നത് 4 മാർക്കാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏത് ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിന് കൃത്യം ഈക്വൽ വെയിറ്റേജ് ആണ്. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സിനും എല്ലാ കോൺസെപ്റ്റ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അജയ് എപ്പോഴും പറഞ്ഞു കൊടുക്കുമെന്നാണ് ഗൗരി പറഞ്ഞത്. ആ ഒരു ചെറിയ കാര്യം പോലും ഇത്ര സൂക്ഷ്മതയോടെ ഓർക്കുന്ന ഒരു കുട്ടിയാണ് ഗൗരി. അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോർഡിനേറ്റേഴ്സായിട്ട് ലക്ഷം കുട്ടികളെ ഇപ്പോൾ തന്നെ മെൻറ്ററായിട്ടും കോർഡിനേറ്ററായിട്ടും ഒക്കെ നിന്ന് അവർ ഭയങ്കര വിജയങ്ങളൊക്കെ നേടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വന്നൊരു കുട്ടി പറഞ്ഞൊരു സെൻറ്റൻസ് പോലും അദ്ദേഹത്തിനെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് പോലും തിരിച്ചു പറയുമ്പോൾ ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ അജയ് സാറിന് എന്താ പറയുക? അത് ശരിക്കും പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഓരോ തവണയും സ്റ്റുഡൻസ് വരുന്ന സമയത്ത് എനിക്കും അറിയാം, ഇപ്പം നമ്മളും പഠിച്ച് സ്കൂളിൽ പഠിച്ച് അത് കഴിഞ്ഞ് കോളേജിലൊക്കെ പഠിച്ചിട്ട് അങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പം ഇവരെഴുതുന്ന പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ പോലും എല്ലാവരും അവരവരുടെ കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോഴാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ടീച്ചിങ് ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്താണെങ്കിൽ പോലും വളരെ കാഷ്വലായിട്ടൊരു ടീച്ചർ പറഞ്ഞു പോയ ഒരു സെൻറ്റൻസിൽ നിന്നാണ്. ഒരു പക്ഷേ ആ ടീച്ചർ അത് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ക്ലാസ്സിൽ കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുമ്പോൾ അങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇത് ഡെലിവർ ആവുന്ന ഇത്രയും സ്റ്റുഡൻസിലാണെങ്കിൽ 6000 പേരും അല്ല 7000 പേര് അതിനോട് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഒരു മൊമെൻ്റ് ഉണ്ട് ഓരോരുത്തരും അത് ക്യാച്ച് ചെയ്യുന്നതിന്. അതിന് ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആരാണോ അത് നേടുന്നത് അവർ പൊതുവെ ഇതിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് പോലെ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അത് ശരിക്കും ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും എന്താ പറയുക, അങ്ങനൊരു അവരതിന് വെയിറ്റ് ചെയ്യുവാണ്. കാരണം അത് ഞാൻ എന്നല്ല മറ്റൊരാളാണ് പറയുന്നതെങ്കിലും അവരതിൽ നിന്ന് കറക്റ്റ് കാര്യം ക്യാച്ച് ചെയ്യുകയും അവർക്ക് ശരിക്കും അവരത് റിസീവ് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് എന്താ പറയുക നമ്മൾ പറയുന്ന ആ സെൻറ്റൻസ് അവർ ഓർത്തിരിക്കുന്നത്. അതിൻ്റെ ശരിക്കും ഫുൾ ക്രെഡിറ്റ് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ പിള്ളേർക്ക് തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ഓരോ സ്റ്റുഡൻസും അങ്ങനെ പറയുമ്പോൾ എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓരോ തവണയും അത് പറയുന്നതിനെ നമ്മുടെ മുകളിലുള്ള ഉത്തരവാദിത്വം ഓരോ സെൻറ്റൻസിലും കൂട്ടുവാണ്. കാരണം പിള്ളേരത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നത് എന്താണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഗൗരിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറയാനായിട്ടൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും വലിയ ടെൻഷനൊന്നും ഇല്ലാതെ എനിക്ക് സമാധാനമാണ് ശരിക്കും ഗൗരിയോട് സംസാരിക്കും. ഗൗരിക്ക് ടെൻഷനില്ല. അപ്പോൾ പിന്നെ ഞാനാ കുറച്ചൊക്കെ ടെൻഷൻ പറഞ്ഞു, അങ്ങനെയല്ല അപ്പോൾ അത് പക്ഷേ ഗൗരി അത് പറഞ്ഞു തുടങ്ങിയത്, ഗൗരി വന്ന സമയത്ത് ഗൗരി അത്യാവശ്യം ടെൻഷനൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച്, നിത്യ ടീച്ചറിൻ്റെയും അജയ് സാറിൻ്റെയും ഒരു ഇടപെടൽ, ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്, ഇതെല്ലാം കൂടെ ഗൗരി അങ്ങനെ ഒരു ടെൻഷൻ ഫ്രീ അറ്റ്മോസ്ഫിയറിൽ കൊണ്ട് എത്തിച്ചു എന്നാണ് ഗൗരി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ അത് ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെയാണ്. ഇപ്പം നമ്മൾ ഒരു മെറ്റീരിയൽസ് കൊടുത്തു, ക്ലാസ് കൊടുക്കുന്നു, അതിപ്പോൾ ലൈവ് ക്ലാസ് 3 എണ്ണം ഉണ്ട് ഒരു ദിവസം. ഞാൻ ഇവരോട് പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇത് പ്രൂവൺ ആയിട്ടുള്ളൊരു വേയാണ്. അതായത് ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ വർഷം ആര്യ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അയാൾ ഓൺലൈൻ ക്ലാസ് പഠിച്ച് കേരളത്തിലെ ആ വർഷം ഏറ്റവും കൂടിയ മാർക്ക് നീറ്റിന് എഴുതിയെടുത്ത ആളാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും പ്രൂവൺ ആയിട്ടുള്ള വേയാണ്. അപ്പോൾ അത് ആ പറയുന്നതിനനുസരിച്ച് അവരിത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് പകുതി ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി അതിലൂടെ നടന്ന് വിജയത്തിൽ എത്തിച്ചേർന്ന ആളുകൾ അവരുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതോ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് അത് അവർക്കൊരു പോസിറ്റീവ് സപ്പോർട്ട്. പക്ഷേ അല്ലാതെ തന്നെ ആ സ്റ്റുഡൻസിന് ആ ഒരു പോസിറ്റീവ്നെസ് വരാൻ കാരണം അവർ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുന്നു, പെൻഡിങ് ഒന്നുമില്ല, മെറ്റീരിയൽസ് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നു, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇവരോട് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ തുടക്കത്തിൽ വർക്ക് ബുക്കിലൊക്കെ ഒരു 10 ക്വസ്റ്റ്യൻ ഇന്ന് പഠിപ്പിച്ചതിനകത്തുണ്ടെങ്കിൽ നമുക്ക് 1, 2, 3 ക്വസ്റ്റ്യൻ ആയിരിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മീറ്റിംഗ് നമ്മൾ പറഞ്ഞു കൊടുക്കുക അത് സാരമില്ല, നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരോട് ഞാൻ ലാസ്റ്റ് ടോപ്പിക്കൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഒരു ദിവസം പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അന്ന് 3 എന്ന് പറഞ്ഞവർ ഇന്ന് പഠിപ്പിച്ചതിനകത്ത് 1, 2 എണ്ണേ കിട്ടാതെ ഉള്ളൂ, ബാക്കിയെല്ലാം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവർ ആ പ്രോസസ്സിലൂടെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ തയ്യാറായതിൻ്റെയാണ്. ഞാനത് ഓഫ്ലൈൻ സ്റ്റുഡൻസിന് അവർക്കത് വേറൊരു ചോയ്സ് ഇല്ല. കാരണം അവർ ഓഫ്ലൈൻ ഇരിക്കുകയാണ്, അവർ സ്ട്രിക്ട്ലി ആ പാറ്റേൺ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇവർ ഓൺലൈനിൽ ഇരുന്ന് ശരിക്കും ഇതിനെ സ്ട്രിക്റ്റായിട്ട് സ്റ്റുഡൻസ് ഫോളോ എന്ന് പറയുന്നത് ഇപ്പോൾ റിസൾട്ടിൻ്റെ വന്നു കഴിയുമ്പോൾ എനിക്ക് പറയാമല്ലോ, ശരിക്കും പറഞ്ഞാൽ എനിക്കും അതൊരു അത്ഭുതമാണ് പിള്ളേരെ. കാരണം ഇത്രയും അവരൊക്കെ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി, എനിക്കാണെങ്കിൽ കുറച്ചും കൂടി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുമായിരിക്കും. എങ്ങനെ അവരത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് എനിക്കൊരു അത്ഭുതം. ആ ഒരു അത്ഭുതത്തിലൂടെയാണ് ഞാൻ ഓരോ വർഷവും ഇവർ ഓരോരുത്തരെ ഇങ്ങനെ കാണുമ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ വർഷത്തെ കാര്യത്തിലും എല്ലാം.
ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ടീച്ചിങ്, അതിനോടൊപ്പം തന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടിയും നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് ആ വേയിലൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഗൗരി പറഞ്ഞതും അതുതന്നെയാണ്, ഇപ്പോൾ സാറ് പറഞ്ഞതും അതുതന്നെയാണ്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്തിന് റിപ്പീറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്താൽ ശരിയാകുമോ എന്ന് ഡൗട്ട് അടിക്കുന്ന ഒരാളെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു സിസ്റ്റം തന്നെ, ഒരു ഫാമിലി തന്നെ നിങ്ങളെയും കാത്ത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പഠിക്കുക, ഞങ്ങൾ വേ കാണിച്ചു തരും ഞങ്ങൾ, പക്ഷേ ആ വേയിലൂടെ ഓടി എത്തേണ്ടത് നിങ്ങളാണ്. അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിക്കോളൂ. ഞങ്ങളൊരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം കാത്തിരിക്കും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.